ഞാൻ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ മോഹൻലാലിൻ്റെ എമ്പുരാൻ സിനിമ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. റിവ്യൂ ഒന്നും ഉണ്ടെന്ന് വിചാരിച്ചാണ്. കാരണം അറിയപ്പെടുന്ന റിവ്യൂ ഇടുന്ന ആൾക്കാരൊക്കെ ഈ സിനിമയെ പറ്റി റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഞാനെന്ത് പറയാനാണ് എന്നൊക്കെ വിചാരിച്ചിരുന്നത്. വൈകിട്ട് ആയപ്പോഴത്തേന് ഞാൻ നോക്കുമ്പോൾ പല ആൾക്കാരും ഈ സിനിമയുടെ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പിന്നെ രാഷ്ട്രീയം പറയാം എന്ന് എനിക്ക് തോന്നി. ഈ സിനിമയുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞു വെച്ചാൽ ഈ സിനിമ എമ്പുരാൻ എന്ന് പറയുന്ന പടം പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള, മുരളി ഗോപി എഴുതിയിട്ടുള്ള, ലാലേട്ടൻ അഭിനയിച്ചിട്ടുള്ള ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ എഴുതി കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചുപോയവരായിട്ട് ഈ സിനിമയിൽ മറ്റ് തരത്തിലുള്ള സാമ്യമൊന്നുമില്ല, അങ്ങനെ തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ തോന്നലാണ് എന്നുള്ള രീതിയിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഈ സിനിമ തുടങ്ങുന്നത് തന്നെ രാഷ്ട്രീയത്തിലൂടെയാണ് കേട്ടോ. ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ വിഷ്വലൊക്കെ കാണാൻ നമ്മൾ വിചാരിക്കും മോഹൻലാലിൻ്റെ ലൂസിഫർ 2 എവിടെ നിന്നാണ് ഈ തുടങ്ങി വരുന്നത് നമുക്ക് തോന്നും. ആദ്യത്തെ ഒരു അരമണിക്കൂർ നമുക്ക് ഭീകരമായ രീതിയിലുള്ള വിഷ്വൽസാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ഭയങ്കര ഭീകരമാണ് ആ സിനിമയുടെ കേട്ടോ. പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരു മലയാളം പടമാണെന്ന് തോന്നാത്ത രീതിയിലുള്ള ഗംഭീര ക്വാളിറ്റിയാണ് ഈ സിനിമയ്ക്ക്. പക്ഷേ ഈ സിനിമയെ പറ്റി എനിക്ക് എതിരഭിപ്രായമുണ്ട്. അത് ഞാൻ പതിയെ പറഞ്ഞുതരാം. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളോട്ടുണ്ട് ഞാൻ പറഞ്ഞുതരാം. ഈ സിനിമ തുടങ്ങി വരുന്നത് ഗുജറാത്ത് കലാപത്തിനാണ്. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടും ഹിന്ദു വിശ്വാസികളുടെ കുറച്ച് ആൾക്കാർ തീർത്ഥാടകരെ യാത്ര ചെയ്യുന്ന ട്രെയിൻ ഒരു പാവം ആൾക്കാർ കത്തിക്കുന്നു. അതിനകത്ത് കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ ആളുകൾ വെന്ത് മരിക്കുന്നു, സന്യാസികൾ മരിക്കുന്നു. ഇതൊക്കെയാണ് അതിനകത്ത് തുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു തുടക്കം വരുന്നു. അതിനുശേഷം അതിൻ്റെ തിരിച്ചടി എന്നുള്ള ഇതിലൊരു കലാപത്തിലേക്ക് അത് മാറുന്നു. ഒന്നും അറിയാത്ത മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെടുന്ന ആൾക്കാരെ അത് ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് വ്യക്തമായ രീതിയിൽ ഒരു സിനിമ കാണിക്കുന്നുണ്ട്. ഹിന്ദു മതത്തിൽപ്പെടുന്ന ഒരു സ്ത്രീ അവർക്ക് ഒരു അഭയം നൽകുന്നതും അവർക്ക് അതിനുശേഷം ഉണ്ടാകുന്നതും അല്ലെങ്കിൽ ആ മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെടുന്ന ആൾക്കാർക്ക് പിന്നുണ്ടാകുന്നത് എന്താണെന്ന് ഭീകരമായ രീതിയിലാണ് ആ സിനിമ കാണിക്കുന്നത്. അതിനകത്തൊരു ഹിന്ദി നടന അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിയുടെ പേര് ഞാൻ പറഞ്ഞു കേട്ടോ. ഭയങ്കര ഭീകരമായ രീതിയിലുള്ള ആ പെർഫോമൻസ് ഭയങ്കരമായിരുന്നു കേട്ടോ പുള്ളിക്കാരൻ്റെ. കൃത്യമായ രീതിയിൽ ആ സിനിമയിൽ പുള്ളി ചെയ്തിട്ടുണ്ട്. ഇത് സംഘപരിവാർ സംഘടനകളെ ചൊടിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അവർക്ക് ചൊറിയുന്നെങ്കിൽ ചൊറിയിട്ടാണ്. ഇത് സിനിമയാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, എഴുതാനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യമാണ്. പൃഥ്വിരാജ് എന്ന ഡയറക്ടർ എടുത്ത സിനിമയാണ്. അതിനെ നമ്മൾ വിമർശിക്കേണ്ട കാര്യമുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വിമർശിക്കാം. പക്ഷേ എഴുതാനും അത് ചിത്രീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ശക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തെ സംഘപരിവാർ ഈ തീവ്ര ഹിന്ദുത്വ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ കൃത്യമായ രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്നത് തന്നെയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. ലൂസിഫർ സിനിമയ്ക്കകത്ത് തന്നെ കാണിക്കുന്നുണ്ട്. ഒരു പി കെ രാംദാസ്, പുള്ളിയുടെ 2 മക്കൾ, അത് മഞ്ജു വാര്യർ ടോവിനോയാണ് ചെയ്തിരിക്കുന്നത്. മഞ്ജു വാര്യറിൻ്റെ ഭർത്താവായിട്ട് കാണിച്ചിരിക്കുന്നത് ബോബിയാണ്. ആ ഒരു ക്യാരക്ടർ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിവാദമായിരുന്നു. കോൺഗ്രസ് കുടുംബത്തെയാണ് കാണിച്ചത്. അതായത് രാഹുൽ ഗാന്ധി, പ്രിയങ്കാന്തിയുടെ ഭർത്താവായിട്ട് റോബർട്ട് വദ്ര. പുള്ളിയുടെ ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ നമുക്ക് സാമ്യം കൃത്യമായിട്ട് ഷെയ്ഡ് കൃത്യമായിട്ട് തോന്നുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഫാമിലിയാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഇത് ഈ സിനിമയിൽ നോക്കിക്കഴിഞ്ഞാൽ ടൊവിനോയുടെ ക്യാരക്ടറിന് നെഗറ്റീവ് ഷെയ്ഡ് കാണിക്കുന്നുണ്ട്. ആ ഷെയ്ഡ് കാണിക്കാൻ നേരത്ത് അധികാരത്തിലേക്ക് വരുന്നതിന് ശേഷം ടൊവിനോയ്ക്ക് ഉണ്ടാകുന്ന മാറ്റമാണ് കാണിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലൊക്കെ ഇതിനെ ഇങ്ങനെ ഷെയ്ഡിൽ വെച്ചിട്ടുണ്ട് ആ സിനിമ. കഴിവില്ലായ്മ വ്യക്തമായി ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഒരു ഫാമിലി പൊളിറ്റിക്സിനെ തുറന്നു കാണിക്കുന്ന ഒരു സിനിമയാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഫേക്കായിട്ടുള്ള സെക്യുലറിസം ഇവരെയൊക്കെ വ്യക്തമായ രീതിയിൽ ഈ സിനിമ തുറന്നു കാണിക്കുന്നുണ്ട്. അതിനകത്ത് ടോവിനോയുടെ ഒരു ഡയലോഗുണ്ട്. പി കെ രാംദാസ് പോലും മതേതരത്വം ഉപയോഗിച്ചൊരു വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ മതേതരത്വം എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്നത് പൊളിറ്റിക്സിന് വേണ്ടിയാണ്, വോട്ടിന് വേണ്ടിയാണെന്ന് പച്ചയ്ക്ക് പറഞ്ഞു വെക്കുകയാണ് എഴുത്തുകാരൻ ഈ സിനിമയ്ക്ക് എത്തിയിരിക്കുന്നത്. പിന്നെ മേടയിൽ ആശാൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ടല്ലോ, പുള്ളിക്കാരനെ ഇതിനകത്ത് കാണിക്കുമ്പോൾ തന്നെ നമുക്ക് കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സിനിമയിൽ കാണിച്ചു വെച്ചിരിക്കുന്നത്. പുള്ളിക്കാരൻ്റെ ഈ കാരണഭൂതനും തിരുവാതിരയൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതിനകത്തും ഒരു ഡയലോഗുണ്ട്, നിങ്ങൾ വ്യക്തമായി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ തീവ്ര വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ കടന്നു കയറി വരുന്നു, നമ്മളല്ലേ ഇവിടുത്തെ ഈ മതേതരത്വം ഒരു ഭാഗത്തെയും സംരക്ഷിക്കുന്നതൊക്കെ പറയുന്ന നേരത്ത് കൃത്യമായ രീതിയിൽ ഞങ്ങൾ സംരക്ഷിക്കുന്നു എന്ന് പറയാൻ നേരത്ത് അതൊരു സംരക്ഷണമൊന്നും അല്ല, ഞങ്ങളുടെയും മതേതരത്വം പക്ക ഫേക്ക് ആണെന്ന് തുറന്നു കാട്ടി വെക്കുന്നുണ്ട് ഇതിനകത്ത് എഴുത്തുകാരൻ. അതുപോലെ തന്നെ ഇസ്ലാമിക തീവ്രവാദം അതും ഈ സിനിമയിൽ പക്കയായിട്ട് എഴുത്തുകാരൻ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊരു വിഷയത്തിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെ എങ്ങനെയാണ് ഹിന്ദുസ്ഥാനെതിരെ അല്ലെങ്കിൽ ഈ രാജ്യത്തിനെതിരെ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന കുട്ടികളെ എങ്ങനെ ഉപയോഗിക്കുന്നു തീവ്രവാദികൾ എന്നും ഈ സിനിമയിൽ എഴുത്തുകാരൻ എഴുതി വെക്കുന്നുണ്ട്. കുട്ടികൾക്കിടയിൽ രാജ്യത്തിനെതിരെ എങ്ങനെ പോരാടണം എന്നുള്ള രീതിയിൽ ചില മെസ്സേജുകൾ ചില തീവ്രവാദ ഗ്രൂപ്പുകൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കിടയിൽ പോലും തീവ്രവാദത്തെ എങ്ങനെ വളർത്തുന്നു എന്നും ഈ സിനിമ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലുള്ള ആൾക്കാരെ വ്യക്തമായ രീതിയിൽ കൊട്ടി വെക്കുന്നൊരു പടം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ രാഷ്ട്രീയം. ഇത് എഴുത്തുകാരൻ്റെ അഭിപ്രായമാണ്, എഴുത്തുകാരൻ്റെ അവകാശമാണ്. അപ്പം 2002 ഗുജറാത്ത് കലാപമാണെന്നുണ്ടെങ്കിലും, ട്രെയിൻ കത്തിക്കുന്നതാണെങ്കിലും, അതിനുശേഷമുള്ള കലാപമാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ മേടയിൽ രാജൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ കാണിക്കുന്നതാണെന്നുണ്ടെങ്കിലും, പിന്നെന്താണ് കോൺഗ്രസ് കുടുംബത്തെ കാണിക്കുന്നതിനും രാംദാസിനെയും ബോബിയൊക്കെ കാണിക്കുന്ന പഴയ സിനിമ നമ്മൾ കണ്ടാണ്. ഇതാണിത്. ഇപ്പം ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരുമായിട്ടൊരു സാദൃശ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. അതിൻ്റെ ലാസ്റ്റ് ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ BJP മുൻ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള സുരേന്ദ്രൻ, പുള്ളിക്കാരൻ ഇതിനകത്ത് പക്ക തേച്ചൊട്ടിച്ച് വെച്ചിരിക്കുകയാണ്.
തേച്ചൊട്ടിച്ച് വെച്ചിരിക്കുന്ന ഒരു സുരാജ് വെഞ്ഞാറമ്മൂടിൻ്റെ ക്യാരക്ടർ ഉണ്ട്. അതൊക്കെ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതി ഇപ്പോൾ എല്ലാ ഷെയ്ഡും ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് എഴുത്തുകാർ. പിന്നെ ഇതിനകത്ത് എമ്പുരാനിലേക്ക് വരാൻ നേരത്തെ ഈ സിനിമയുടെ ഒരു വലിപ്പം കാണിക്കാൻ വേണ്ടി പല വിഷയങ്ങളും ഒറ്റ സിനിമയിലേക്ക് ഇടിച്ചു കയറ്റി വെച്ചത് കൊണ്ട് പലതും കംപ്ലീറ്റ് ആയില്ലെന്ന് എനിക്ക് തോന്നുന്നു. അത് മോഹൻലാലിൻ്റെ ഇൻട്രോസിങ് ഗംഭീരമായിരുന്നു. ഒരു മലയാളം സിനിമയിലേക്ക് ഇങ്ങനെ ഇൻട്രോ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഭയങ്കര ഇൻട്രോസ് ഇരിക്കുന്നു. പക്ഷേ മോഹൻലാലിൻ്റെ ക്യാരക്ടറിന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെന്നുണ്ടെങ്കിലും ഖുറേഷ്യ എന്നുള്ള രീതിയിലുള്ള റോള് നടന്നു വരുന്നതൊക്കെ കാണാൻ നേരത്ത് നമുക്കൊരു ഭയങ്കര ഫീൽ കിട്ടുന്നില്ല. ഈ KGF 2 എന്ന് പറയുന്ന സിനിമ നമ്മൾ നോക്കുക, അതിനകത്ത് ആ റോക്കി ഭായ് നടന്നു വരാൻ നേരത്ത് നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലൊക്കെ കിട്ടുന്നൊരു ഫീലുണ്ട്. ആ ഫീൽ ഈ സിനിമയിൽ മോഹൻലാലിൻ്റെ ക്യാരക്ടറിന് കൊടുക്കാൻ പറ്റിയിട്ടില്ല സംവിധായകൻ എന്നുള്ളതാണ്, കൊടുക്കാനേ പറ്റിയിട്ടില്ല. അതുപോലെ പല ക്യാരക്ടറും ചുമ്മാ ഒരു സൈഡിൽ ഇരിക്കുന്ന കുറേ ക്യാരക്ടർ, ഇപ്പോൾ സായി കുമാറിൻ്റെ ഒരു ക്യാരക്ടർ എന്തിന് കഴിഞ്ഞ സിനിമയ്ക്കകത്ത് പവർഫുൾ ക്യാരക്ടറായിരുന്നു, ഈ സിനിമയിൽ ചുമ്മാ ഒരു സൈഡിൽ ഇരിക്കും. അതുപോലെ ഇന്ദ്രിയത്തിൻ്റെ ഒരു ക്യാരക്ടർ അവിടെ ഇവിടെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ എന്തിന് എന്ന് എനിക്ക് തോന്നിയത്. ഒരു ഫോൺ എടുത്ത് അവിടെ വിളിക്കുന്നു ഇവിടെ വിളിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രൊഡ്യൂസർ ഉണ്ടല്ലോ ആൻ്റണി പെരുമ്പാവൂർ, പുള്ളിക്കാരൻ്റെ ഒരു സീരിയസ് സീനുണ്ട്. അതിനകത്ത് ഒരു സീരിയസ് സീനകത്ത് ഒരു ഡയലോഗ് ഉണ്ട്, നിങ്ങൾക്ക് വല്ല അസുഖമുണ്ടോ മരുന്ന് കഴിക്കുന്നതിനാണോ എന്നുള്ള രീതി. ആ സീൻ അങ്ങോട്ട് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് ചിരിച്ചു പോകുന്നത് ഭയങ്കര സീരിയസ് ആണ് പക്ഷേ കാണിക്കുന്നത്, പക്ഷെ നമ്മൾ ചിരിച്ചു. ഇതിനകത്ത് ആകെ കൂടി ഒന്ന് കത്തിക്കേറി വരുന്നത് സ്റ്റീഫനായിട്ട് തന്നെ മോഹൻലാലിനെ പിന്നെ ഒന്ന് കാണിക്കുന്നുണ്ട് ഈ സിനിമയിൽ. മഞ്ജു വാര്യറിൻ്റെ ഒക്കെ ഒരു സീനുണ്ട്, കാട്ടി വെച്ചൊരു സീനുണ്ട്. ആ സീനകത്ത് മോഹൻലാൽ മുണ്ടെടുത്ത് വരാൻ നേരത്ത് ഒരു ഫീൽ കിട്ടുന്നുണ്ട്, പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെ മോശമാണ്. നമുക്ക് എവിടെയും പടം കണ്ട് ഇറങ്ങിയതിന് ശേഷം നമ്മളെ ആ ക്യാരക്ടർ നമ്മുടെ കൂടെ വരുന്നില്ല, നമുക്കത് കണ്ടിരിക്കുമ്പോൾ ഒരു ഫീൽ കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഓർക്കുമ്പോൾ തന്നെ ഒന്നുകൂടെ കാണാം, ഒന്നുകൂടെ നമുക്ക് തിയേറ്ററിൽ പോയി ഒന്നുകൂടെ കണ്ടാലോ എന്ന് തോന്നലുണ്ടാകുന്ന ഒരു പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഇതിനകത്ത് മഞ്ജു വാര്യറിൻ്റെ ഒരു സീനുണ്ട്, ആ സീനൊക്കെ ആരാണ് എഴുതി കൊടുത്തതെന്നോ അല്ലെങ്കിൽ ആ കോസ്റ്റ്യൂം ആരാണ് കൊടുത്തതെന്ന് എനിക്കറിയത്തില്ല. ഒരു കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് മഞ്ജു വാര്യർ വരും. മഞ്ജു വാര്യറിൻ്റെ ഈ ക്യാരക്ടറിൻ്റെ ഈ സിനിമയിലെ പവർഫുൾ ആയിട്ടുള്ള ഒരു സീനാണ് അത് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ നമ്മുടെ ഈ ശിശുദിനത്തിന് നമ്മുടെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ കുട്ടികൾ ശിശുദിനത്തിന് ഇട്ടുകൊണ്ട് വരുന്ന സാരിയൊക്കെ ഉണ്ട്, കൊച്ചു കുട്ടികളൊക്കെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്, നമ്മുടെ ദേശീയ പതാകയുടെ കളറൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു സാരി കൊടുത്തിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ അയ്യേ എന്നൊക്കെ തോന്നിപ്പോകുന്ന രീതിയിലൊരു സീൻ. എന്നിട്ട് കുറേ പഴയ തമിഴ് പടത്തിനകത്തും തെലുങ്ക് പടത്തിനകത്തും ഒക്കെ കാണിക്കുന്ന പോലെ കുറച്ച് ചാത്തൻ ഡയലോഗ്. ഏത് അന്വേഷണ ഏജൻസി പിടിച്ചോണ്ട് പോകുന്നതാണ് അവിടെ വെച്ചൊരു ചാത്തൻ ഡയലോഗ്. ഈ അന്വേഷണ ഏജൻസിയൊക്കെ പിടിച്ചോണ്ട് പോകുന്നൊരു സീനുണ്ട്. നിങ്ങൾ ലയൺ എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടോ? ആ ലയൺ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ഒരു മിനിസ്റ്ററായിട്ടുള്ള ക്യാരക്ടറിനെ പോലീസ് സെർച്ച് ചെയ്തുകൊണ്ട് പോകുന്ന സീനുണ്ട്. ആ സീന് കിട്ടുന്ന ഒരു ഫീല് പോലും ലയൺ നമ്മുടെ ദിലീപിൻ്റെ പടം, അതിനകത്ത് വിദ്യാഭ്യാസ മന്ത്രിയായിട്ടിരുന്നൊരു മന്ത്രിയെ പിടിച്ചോണ്ട് പോകുന്ന സീനുണ്ട്. ആ ഫീല് പോലും ഇതിനകത്ത് ഈ മഞ്ജു വാര്യറിനെ പിടിച്ചോണ്ട് പോകുന്നൊരു സീന് കിട്ടുന്നില്ല. അതുപോലെ അത് മീഡിയ ആയിട്ട് നൈല ഉഷയുടെ ക്യാരക്ടറൊക്കെ പുള്ളിക്കാരി ഒരു സൈഡിൽ ഇരുന്ന് വികാരം ഇടും, പിന്നെ വികാരം ഇടുന്നല്ലാതെ ഒന്നുമില്ല. കഴിഞ്ഞ ഒരു സിനിമ എന്ന് പറയുന്ന നേരത്ത് ഉള്ള ക്യാരക്ടറിനെ വെച്ച് മഹാഗംഭീരമായിട്ടൊരു സിനിമ ചെയ്തു വെച്ചു, ലൂസിഫർ. ഇതിനകത്ത് നോക്കാൻ നേരത്ത് കുറേ ക്യാരക്ടറിനെ ഇടിച്ചു കുത്തി വെച്ചിട്ട് ഒരു വികാരവും ഇല്ലാതെ ആവറേജ് ആയിട്ടുള്ള പടം കണ്ടുകൊണ്ടിരിക്കാന്ന് പറഞ്ഞാൽ ഒരു വേൾഡ് ടൂർ ചെയ്യുന്ന പോലെ പല ലൊക്കേഷൻസ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്, അതും ഇതൊക്കെ കാണിക്കുന്നുണ്ട്. എന്നല്ലാതെ നമുക്കൊരു ഫീല് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യസന്ധമായി പറയാം. നമുക്ക് കിട്ടുന്നൊരു ഫീലില്ല. KGF ഒക്കെ നിങ്ങൾ സെക്കൻഡ് എടുത്ത് നോക്കുക, കിട്ടുന്നൊരു ഫീലുണ്ട്. സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ കണ്ടു കഴിയാൻ നേരത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഫീലും എമ്പുരാൻ എന്ന് പറഞ്ഞാൽ ഈ ബിഗ് ബഡ്ജറ്റ് പടം കാണാൻ നേരത്ത് നമുക്ക് കിട്ടില്ല. പിന്നെ തിയേറ്ററിൽ പോയി നിങ്ങൾ കണ്ടു നോക്കുക, ഒരുമാതിരി ഉള്ളി പൊളിച്ച പോലുള്ള അവസ്ഥ. നമ്മൾ വിചാരിക്കും ഇത് കാണാൻ നേരത്ത് എന്തോ വലിയ സംഭവമാണ്, പക്ഷെ പൊളിച്ചു വരാൻ നേരത്ത് ഇതിനകത്തൊക്കെ ഒന്നുമില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഈ ക്ലൈമാക്സിലേക്ക് വരാൻ നേരത്ത് നമ്മൾ പുറംതിരിച്ച് ഒരാളെ അന്ന് തൊട്ട് ഇവർ കാണിക്കുന്നുണ്ടായിരുന്നു, മമ്മൂട്ടിയാണെന്നും ബേസിലാണെന്നും അമീർ ഖാനാണെന്നും ഒക്കെ ഇവിടെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. ഇതാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി? എനിക്ക് മനസ്സിലായില്ല കേട്ടോ, എൻ്റെ അറിവില്ലായ്മയായിരിക്കും, എനിക്ക് മനസ്സിലായില്ല ഇതാരാ. ഒരു ക്ലൈമാക്സ് ഉണ്ട്, ഫ്ലാഷ് ബാക്ക്. അയ്യേ എനിക്കിഷ്ടപ്പെട്ടത് പേഴ്സണലി എനിക്കിഷ്ടപ്പെട്ടത് ഫസ്റ്റാണ് ലൂസിഫർ. ആ ലൂസിഫറിൻ്റെ 7 അയലത്ത് പോലും എമ്പുരാൻ എന്ന് പറഞ്ഞ പടം വന്നിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ്